വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തൻ്റെ തഫ്സീറിൽ പറയുന്നു, വദ്ദുഹാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ മുഖമാണ്. ആ മുഖം പകൽ പോലെ, സൂര്യനെപ്പോലെ, അതിനേക്കാളും പ്രകാശമുള്ളതാണ്. വല്ലൈലി ഇദാ സജാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലയിലെ മുടിയാണ്, രോമങ്ങളാണ്, ഷഅർ മുബാറക്കാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് എടുത്തു പറയുന്നു, ഖാദി ഇയാദ് തങ്ങൾ പറയുന്നു, മറ്റ് മുഹദ്ദിസുകളും ആലിമീങ്ങളും പറയുന്നു, അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തെ അല്ലാഹു പ്രശംസിച്ചു, മദ്ഹ് ചെയ്തു. അവിടുത്തെ തലയിൽ നിന്ന് എടുക്കുന്ന മുടി, രോമം, ആ രോമത്തെ അല്ലാഹു തആല മദ്ഹ് ചെയ്തു എന്ന് മാത്രമല്ല, ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷഅർ മുബാറക്ക് കളയിച്ചപ്പോൾ, തലമുടി കളയിച്ചപ്പോൾ, അതിൻ്റെ നടുവിൽ മൂർധാവിലുള്ള മുടി, അഅ്തിനീ നാസിയത്തക യാ റസൂലല്ലാഹ്, അവിടുത്തെ നാസിയത്തിലെ മുടി എനിക്ക് തരണമെന്ന് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ തലമുടിയിലുള്ള ആ മുടി ഹസ്സാൻ ഇബ്നു സാബിത്തിന് കൊടുത്തു. വലഭാഗത്തെ മുടി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ കൊടുത്ത് അത് ഓഹരി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, അത് വിഭജിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഇടഭാഗത്തുള്ള രോമമെടുത്ത് അത് സൂക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തലമുടി, അവിടുത്തെ ഷഅർ മുബാറക്ക് മഹാന്മാരായ സ്വഹാബത്ത് സൂക്ഷിച്ചു വരുന്നു. താബീങ്ങളും താബികളും സൂക്ഷിച്ചു വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹിൻ്റെ ശേഷം എൻ്റെ അടുക്കൽ ആരെങ്കിലും രോഗികൾ വന്നാൽ റസൂലുള്ളാഹിൻ്റെ തലയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള രോമം, ആ രോമത്തെ ഞാൻ വെള്ളത്തിലിട്ട് ആ രോഗിയെ കുടിക്കാൻ കൊടുക്കുകയും അവരോട് കുളിക്കാൻ പറയുകയും അവരോട് ബറക്കത്തെടുക്കാൻ പറയുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തലമുടിയും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തലയും അവിടുത്തെ മുഖവും അവിടുത്തെ കൈയും അവിടുത്തെ കാലും, അങ്ങനെ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, അവിടുത്തെ ശരീരം കൊണ്ട് ഒന്നായി അല്ലാഹ് സത്യം ചെയ്തില്ല. അമ്രുക, അങ്ങയുടെ പരിശുദ്ധമായ ശരീരം കൊണ്ട്, ജിസ്മു കൊണ്ട് സത്യം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധമായ ശരീരം, പരിശുദ്ധമായ ജിസ്മു, ദാത്ത്, ബദന്, അതുകൊണ്ട് സത്യം ചെയ്യുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ അവയവങ്ങളെയും മദ്ഹ് ചെയ്തു, അവിടുത്തെ പ്രവർത്തനങ്ങളെ മദ്ഹ് ചെയ്തു. ഒരു ചെറിയ തെറ്റ് പോലും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് മദ്ഹ് ചെയ്ത് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങൾ, ലോകത്തുള്ള മുഅ്മിനീങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുന്നു. അർഹമുർ റഹീമായ വലികുൽ മുലൂക്കായ റബ്ബേ, സാധുക്കളായ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ മദ്ഹ് പറയാനാണ്. നീ അത് കബൂൽ ചെയ്യണം റഹ്മാനേ.